ഡൽഹി മലയാളികളുടെ വോട്ട് തേടാൻ സുരേഷ് ഗോപിയെ ഇറക്കാൻ ബിജെപി. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെ ഡൽഹി മലയാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗങ്ങളിൽ സുരേഷ് ഗോപി സംസാരിക്കും. ഡൽഹിയിൽ ഈ മാസം 25-നാണ് വോട്ടെടുപ്പ്. പോലീസ് ഉദ്യോഗസ്ഥനായും പട്ടാളക്കാരനായും ഒക്കെ ഡൽഹി കഥകൾ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള സുരേഷ് ഗോപി ഇത്തവണ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിനാണ് തലസ്ഥാനത്ത് എത്തുന്നത്. മലയാളികൾ കൂടുതലുള്ള കിഴക്കൻ ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്തെ 7 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയുടെ താരമൂല്യം പ്രയോജനപ്പെടുത്താനാണ് ബിജെപി ഉദ്ദേശിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രചാരണത്തിനായി ഇറക്കുന്നത്. സുരേഷ് ഗോപിക്ക് പുറമെ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, തീപ്പൊരി പ്രഭാഷക ശോഭ സുരേന്ദ്രൻ എന്നിവർക്കൊപ്പം BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും ഡൽഹി പ്രചാരണത്തിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ SNDP യോഗം ശാഖകളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് തുഷാറിന്റെ സാന്നിധ്യത്തിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത്. ശനിയും ഞായറും വരുന്ന 18-19 തീയതികളിലാണ് യോഗങ്ങൾ. ഇപ്പോൾ ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖറും യോഗങ്ങളിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാജ്യ തലസ്ഥാനത്തും കോൺഗ്രസിന് നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ തന്നെയാണ്. രാജ്യ തലസ്ഥാനത്തെ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിട്ട മുൻ PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലവ്ലി BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം BJPയിൽ ചേർന്നത്. ഡൽഹി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന രാജ്കുമാർ ചൗഹാൻ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കളും BJPയിൽ ചേർന്നു എന്നാണ് റിപ്പോർട്ട്. ഇതിനു പിന്നാലെ ഹർദീപ് സിംഗ് പുരി ലവ്ലിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നിങ്ങളുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും താൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവരെയാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ആവശ്യം. നിങ്ങളെ സ്വാഗതം ചെയ്യാനും അഭിനന്ദിക്കാനും താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മന്ത്രിയുടെ പ്രശംസ. നേരത്തെ ഡൽഹിയിൽ ഉൾപ്പെടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ AAPയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ലവ്ലി പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്തതിനാൽ തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. തലസ്ഥാന നഗരി വോട്ടെടുപ്പിന് ഒരുങ്ങുന്നതിനിടെ ലവ്ലിയുടെ ചുവടുമാറ്റം കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി കൂടിയാണ്. മെയ് 25-നാണ് ഡൽഹിയിലെ 7 സീറ്റുകളിലേക്കും കൂടി ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ AAPയുമായി സഖ്യം ചേരാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമാണ് ഡൽഹി പാർട്ടി ഘടകത്തിൽ ഭിന്നതയ്ക്കിടയാക്കിയത്. അതേസമയം കഴിഞ്ഞ വർഷമാണ് അനിൽ ചൗധരിയെ മാറ്റി കോൺഗ്രസ് ഡൽഹി ഘടകത്തിന്റെ തലവനായി അരവിന്ദർ സിംഗ് ലവ്ലിയെ നിയമിച്ചത്. നേരത്തെ 2017-ലും അദ്ദേഹം BJPയിൽ ചേർന്നെങ്കിലും പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും BJPയിലേക്ക് തന്നെ മടങ്ങിയത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന് ഉറപ്പാണ്. ഇത് 2024 മെയ് 25-ന് നടക്കുന്ന വോട്ടെടുപ്പിനെ കാര്യമായി ബാധിക്കുമെന്നും ഉറപ്പാണ്.